പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 28-ാം തീയതി ആമേൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 5-ാം ദിവസം, റിസ്റ്റോറേഷൻ ഡേയിൽ 5-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിന് മഹത്വം, ഞങ്ങളുടെ കർത്താവിന് മഹത്വം, ഞങ്ങളുടെ കർത്താവിന് മഹത്വം. നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. 139-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, കർത്താവല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം. 17-ാമത്തെ വാക്യം പറയാം, ദൈവമേ, അങ്ങയുടെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ കർത്താവിൻ്റെ അടുക്കലിരിക്കുന്നു. ആമേൻ. 24-ാമത്തെ വാക്യം പറയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ റിസ്റ്റോറേഷൻ ഡേയ്സിൽ അങ്ങേക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആമേൻ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ വചനം വായിച്ച് സൗഖ്യമാക്കുമെന്നുള്ള തിരുവെഴുത്തുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന തിരുവചനം ഞാൻ ഈ രോഗികളെ നോക്കി പറയുന്നു. യേശുവിൻ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഇവരെ നോക്കി ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, രോഗം വിട്ടൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക, പൂർണ്ണ സമാധാനത്തിലിരിക്കുക. കർത്താവ് പൂർണ്ണമായി ആരോഗ്യം കൊടുത്തതിന് സ്തോത്രം. കർത്താവേ, അതുപോലെ മറ്റ് എല്ലാ ആവശ്യങ്ങളും, ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ, ഇന്ന് എക്സാം എഴുതാൻ പോകുന്നവർ, ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഇൻ്റർവ്യൂവിലായാലും എക്സാംസിലായാലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്പെഷ്യലി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് വഴി തുറക്കണം. ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ ചില അൺബിലീവബിൾ ടെസ്റ്റിമണീസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ചില അത്ഭുതങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി സംഭവിക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. വഴികൾ തുറക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, യാതൊരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞത് ദൈവികമായ വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ പല പ്രാവശ്യം അവരുടെ മുമ്പിൽ അടച്ചു കളഞ്ഞ വാതിലുകൾ ഇന്ന് യേശുവിൻ നാമത്തിൽ അവരുടെ മുമ്പിൽ തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ പ്രവർത്തന മുഖാന്തരം ദൈവവേല, ദൈവരാജ്യം വിശാലമാകട്ടെ. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉള്ളിലേക്ക് ആത്മാവിന് വലിയ പകർച്ച ഉണ്ടാകട്ടെ. ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവർ ദൈവിക നിയോഗങ്ങളിലേക്ക് കയറട്ടെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മാറട്ടെ. കർത്താവേ, ഈ കഴിഞ്ഞ 4 ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. 5-ാമത്തെ ദിവസവും ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. വലിയ ദൈവപ്രവൃത്തി ഈ 5-ാമത്തെ ദിവസം കാണുവാൻ കർത്താവ് സഹായിക്കണം. കഴിഞ്ഞ 4 ദിവസത്തേക്കാൾ അധികമായ ദൈവിക
ഗ്ലോറി അനുഭവിപ്പാൻ ഈ 5-ാം ദിവസം കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങൾ മീറ്റിങ്ങുകൾ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിനും പങ്കെടുത്തതിനും ഒത്തിരി നന്ദി. ഇന്ന് 5-ാമത്തെ ദിവസം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കണം, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം സമയം കിട്ടുമ്പോൾ വേദപുസ്തകം വായിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. വൈകിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുമ്പോൾ അത് ഈ 5-ാം ദിവസം എന്താണോ, ഏത് ഏരിയയാണോ റീസ്റ്റോർ ചെയ്യേണ്ടത് അത് കർത്താവ് ചെയ്യും. സ്തോത്രം. ഇന്നലെ നമ്മുടെ ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്തു. വീണ്ടും ആ ഭാഗത്തു നമുക്കൊരു വാക്യം വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വാക്യം. ജെറമ്യ ചാപ്റ്റർ 30:17. അവിടെ പറയുന്നു, ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഇംഗ്ലീഷിൽ പറഞ്ഞത് ഐ വിൽ റീസ്റ്റോർ ഹെൽത്ത്. ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തെ യഥാസ്ഥാനത്താക്കും, റീസ്റ്റോർ ചെയ്യും. എവിടൊക്കെ ആരോഗ്യം നഷ്ടമായിട്ടുണ്ടോ അതൊക്കെയും ഞാൻ എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്ത് തരുമെന്നാണ് ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ. ആ കാലഘട്ടത്തിൽ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ ആമേൻ ആ ദൈവജനം വളരെ കഷ്ടതകളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ന്യായവിധികളുടെയും ആമേൻ എന്നാ പറയുന്നത് ചില ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഫിസിക്കലിയും ഇമോഷണലിയും സ്പിരിച്വലിയും ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. കർത്താവ് എപ്പോഴും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ആര് തൻ്റെ അടുക്കൽ മടങ്ങി വന്ന അപ്പാ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ആര് പ്രാർത്ഥിച്ചാലും അവരെ ദൈവം എന്തു ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ ആരോഗ്യത്തെ മടക്കി തരുന്ന ദൈവമാണ്. അവൻ മുറിവുകളെ ഉണക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ അപമാനത്തെ മാറ്റി നമ്മളെ മാന്യരാക്കി തീർക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ആശ മടക്കി തന്ന് പ്രത്യാശയുള്ളവരാക്കി നമ്മളെ തീർക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നല്ലോ, അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ 53 പറയുന്നുണ്ട്, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് എന്തു വന്നു? സൗഖ്യം വന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാനാ നിങ്ങളുടെ വൈദ്യൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഉറപ്പ് തന്നിരിക്കുക, അവൻ നമ്മളെ രോഗങ്ങളെ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സ്ഥാനം തെറ്റിപ്പോയോ അതിനെയൊക്കെ യഥാസ്ഥാനത്താക്കാൻ കഴിയും. 12 വർഷമായി രക്തസ്രവത്താൽ ഭാരപ്പെട്ടിരുന്ന സഹോദരിയെ യേശുവിൻ്റെ വസ്ത്രത്തിന് തുമ്പിൽ തൊട്ടപ്പോൾ അവൾ യഥാസ്ഥാനയായി തീർന്നു. 19 വർഷമായി കുളക്കരയിൽ കിടന്നവൻ ദൈവിക ഇടപെടൽ വന്നപ്പോൾ അവനും യഥാസ്ഥാനത്തായി. ആലയത്തിനകത്ത് കൈവരേണ്ട വ്യക്തി കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ അവൻ്റെ കൈ യഥാസ്ഥാനത്തേക്ക് വന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നയമാൻ കുഷ്ഠരോഗത്താൽ ഭാരപ്പെട്ടു. എന്നാൽ ദൈവിക ഇടപെടൽ വന്നപ്പോൾ അവൻ്റെ ത്വക്ക് എന്തായി മാറി? കൊച്ചു പിള്ളേരുടെ ത്വക്ക് പോലായി തീർന്നു. അതാണ് യഥാസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താണോ കുറവുള്ളത്, എവിടെയാണോ ബലഹീനത വന്നിരിക്കുന്നത്, ഏത് അവയവത്തിനാണോ ക്ഷീണം തട്ടിയിരിക്കുന്നത്, എന്ത് പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾ ഇന്ന് നേരിടുന്നെങ്കിൽ കർത്താവിനോട് പറ, കർത്താവെ അങ്ങ് യഥാസ്ഥാനത്താക്കുന്ന ദൈവമാണ്. ലോർഡ്, യു ആർ എ റിസ്റ്റോറർ. കരം ഉയർത്തി പറ, കർത്താവെ അങ്ങ് യഥാസ്ഥാനത്താക്കുന്ന ദൈവമാണ്. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം യഥാസ്ഥാനപ്പെടട്ടെ. രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും, പാരമ്പര്യമായി കയറിയ രോഗങ്ങളാണെങ്കിലും, രോഗത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ വൈറസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗാണുക്കൾ മുഖാന്തരമുള്ളതാണെങ്കിലും അല്ല, ഏത് രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം യഥാസ്ഥാനത്താകട്ടെ. ഒന്നുകൂടെ പറ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം യഥാസ്ഥാനത്താക്കട്ടെ. റീസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. ആരോഗ്യത്തിനകത്ത് റീസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യത്തിൽ റീസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. കർത്താവേ, ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. ആരോഗ്യം ഈ 5-ാമത്തെ ദിവസം റീസ്റ്റോർ ആയിരിക്കുന്നതിന് സ്തോത്രം. പൂർണ്ണ ബലമുണ്ടാകട്ടെ. കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ ഉയരട്ടെ. കാലുകൾ മാൻപേട കാലുകൾക്ക് തുല്യമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ എല്ലാ ആന്തരിക ബാഹ്യ അവയവങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. റീസ്റ്റോർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റീസ്റ്റോർ ആകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം റീസ്റ്റോർ ആകപ്പെടട്ടെ. കാർഡിയോവാസ്കുലർ സിസ്റ്റം റീസ്റ്റോർ ആകപ്പെടട്ടെ. റെസ്പിറേറ്ററി സിസ്റ്റം റീസ്റ്റോർ ആകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം റീസ്റ്റോർ ആകട്ടെ. എൻഡോക്രൈൻ റീസ്റ്റോർ ആകട്ടെ. മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റം യേശുവിൻ്റെ നാമത്തിൽ റീസ്റ്റോർ ആകട്ടെ. ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ. യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതിന് സ്തോത്രം.
അത്ഭുതം ഈ ശരീരത്തിൽ നടന്നിരിക്കുന്നതിന് നന്ദി, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, കർത്താവിൻ്റെ ആരോഗ്യത്തെ റീസ്റ്റോർ ചെയ്തതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.